ഹലോ ഓൾ, വെൽക്കം ടു മിഷൻ ഒളിമ്പിയാഡ് സീരീസ്. ക്ലാസ് 10-ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സീരീസിലെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നോക്കാം. നമുക്കറിയാം 10th നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും 10th ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക. 9th നിങ്ങൾ പഠിച്ചിട്ടുള്ള പോർഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് നോക്കാം. എ സിലിണ്ടറിക്കൽ ബോഡി ഫ്ലോട്ട്സ് ഇൻ വാട്ടർ such that half of its volume lies below the surface of water. Find the density of the material with which the body is made of. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ 10th ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻ അല്ല, പകരം എവിടെയാണ് 9th നമ്മൾ പഠിച്ചിട്ടുള്ള ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഓർമ്മയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ 9th പഠിച്ച ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. എന്തായിരുന്നു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഫ്ലോട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പക്ഷേ പ്രത്യേകത പകുതി ഹാഫ് ദ വോളിയം വാട്ടർ സർഫസിൻ്റെ അടിയിലും ബാക്കി ഹാഫ് മുകളിലുമാണ്. അപ്പോൾ നമുക്ക് അതിന് അപ്രോക്സിമേറ്റ്ലി ഇതാ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റ്. ഹാഫ് വെള്ളത്തിലുണ്ട്, ഹാഫ് പുറത്തുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ ടോട്ടൽ വോളിയം വി ആണെന്ന് എടുക്കാം. ടോട്ടൽ വോളിയം, ഈ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ വോളിയത്തിനെ നമുക്ക് വി ആണെന്ന് എടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വോളിയം ഇമ്മേഴ്സ്ഡ് എത്രയായിരിക്കും? വെള്ളത്തിൽ ഇമ്മേഴ്സ്ഡ് ആയി കിടക്കുന്ന വോളിയം എന്ന് പറയുന്നത് ഹാഫ് ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലോ ആർക്കും? ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ ഈ ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ അറിയാത്തൊരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിക്കണം. ഇത് എന്തൊക്കെ ഇതിൻ്റെ പിന്നിൽ അറിയണം എന്നുള്ളത് ചിന്തിക്കണം. ഓപ്ഷൻസ് നോക്കുക നിങ്ങൾ. 0.25 gram per centimeter cube, 0.5, 0.75, 1 gram per centimeter cube ഒക്കെയാണ്. അപ്പോൾ ആക്ച്വലി യൂണിറ്റ് ശ്രദ്ധിച്ചോ, gram per centimeter cube ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എന്തറിയണം, ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്ന് അറിയണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്നുള്ളത് നമുക്ക് പല യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ. SI യൂണിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ്, 1000 kilogram per meter cube ആണ്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് പോലെ ഗ്രാമും സെൻറ്റിമീറ്റർ ക്യൂബ് ഒക്കെ വരുന്ന CGS യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ വാല്യൂ എത്ര ആളുകൾക്ക് അറിയുന്നുള്ളത് സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1 gram per centimeter cube ആണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് രണ്ടും ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ വാല്യൂ തന്നെയാണ്, ഡിഫറെൻറ്റ് യൂണിറ്റ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഹാഫ് ദ വോളിയം ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ വോളിയം നമുക്ക് V ആണെന്ന് എടുക്കാം, വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി. ഇത്രയും കാര്യങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ ഒരാൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് ഫ്ലോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. ഫ്ലോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, ശരിയാണല്ലോ. ഇത് ഫ്ലോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതിൻ്റെ മേലെ നെറ്റ് ഫോഴ്സ് എന്തെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ കാണുന്ന സിലിണ്ടറിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? താഴേക്ക് നമുക്കറിയാം ഏത് ഫോഴ്സ് ഉണ്ട്. താഴേക്ക് അതിൻ്റെ വെയിറ്റ് അല്ലേ, അതിൻ്റെ വെയിറ്റ് നമ്മൾ mg എന്നാണ് എഴുതാറുള്ളത്. നിങ്ങൾ 9th ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. mg ആണ് ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ വെയിറ്റ്. മുകളിലേക്ക് ഒരു ലിക്വിഡിൽ നമ്മൾ എന്ത് ഇമേഴ്സ് ചെയ്താലും മുകളിലേക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഇത് ഫ്ലോട്ട് ചെയ്യുക? ഇത് രണ്ടും ഈക്വലായി നിൽക്കുമ്പോൾ. ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഹാഫ് ദ വോളിയം ഇമ്മേഴ്സ്ഡ് ആയി നിൽക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇതിൻ്റെ ബോയൻസി ഫോഴ്സും വെയിറ്റും ഈക്വലായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മുകളിലേക്കോ താഴേക്കോ ഫെർദർ മൂവ് ചെയ്യാതെ റെസ്റ്റിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആർക്കിമിഡീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? ബോയൻസി ഫോഴ്സ് നമുക്ക് ഷോർട്ടായിട്ട് FB എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്? അതിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആൻഡ് ബോയൻസി ഫോഴ്സ് നിങ്ങൾക്കറിയാം. ബോയൻസി ഫോഴ്സ് ആക്ച്വലി എന്താണ്? ബോയൻസി ഫോഴ്സ് എന്താ പറയുന്നത്? ബോയൻസി ഫോഴ്സ് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഹൗ ടു കാൽക്കുലേറ്റ് ബോയൻസി ഫോഴ്സ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത് ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എനി ഒബ്ജക്റ്റ് ഇൻ എ ഫ്ലൂയിഡ്, ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ബോയൻസി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയ കാര്യം എന്തായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ആക്ച്വലി എന്താണ്? FB വിൽ ബി ഈക്വൽ ടു mg ആണ്, അതിൻ്റെ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, mg എന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്
ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ എഫ് ബി ഈക്വൽ ടു എം ജി ആണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബോയൻസി ഫോഴ്സും അതിൻ്റെ വെയിറ്റും ഈക്വൽ ആണെന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കിനി എന്ത് ചെയ്യണം? ഇപ്പോൾ എഫ് ബി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം എന്നറിയില്ല അല്ലേ? സോ എഫ് ബി നമ്മളോട് കണ്ടുപിടിക്കാൻ ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? ആർക്കിമിഡീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് എഫ് ബി? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് ബോയൻസി ഫോഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത സമയത്ത് എത്രത്തോളം വെള്ളമാണ് ഡിസ്പ്ലേസ്ഡ് ആവുന്നത്, അത്രയും വെയിറ്റ് ആ വെള്ളത്തിൻ്റെ വെയിറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി ഫോഴ്സ്. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പൾ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വെയിറ്റ് ഓഫ് എനി ഒബ്ജക്റ്റ് എന്താണ്? വെയിറ്റ് ഓഫ് എനി ഒബ്ജക്റ്റ് നമ്മൾ ഞാനിവിടെ എഴുതി. വെയിറ്റ് ഓഫ് എനി ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി ആണ്. മാസിനെ നമുക്ക് ഡെൻസിറ്റിയുടെയും വോള്യത്തിൻ്റെ ടേംസിൽ എഴുതിക്കൂടെ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോള്യം. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വോള്യം ആണ്. ഓക്കെ, സോ വെയിറ്റിനെ ഇൻ ജനറൽ നമുക്ക് ഡി ഇൻറ്റു വി ഇൻറ്റു ജി എന്ന് എഴുതാൻ പറ്റും. ഇൻ ജനറൽ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും വെയിറ്റിനെ അതിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു അതിൻ്റെ വോള്യം ഇൻറ്റു ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ബോയൻസി ഫോഴ്സ് നമ്മളപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ വർഷം പഠിച്ച ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സോ ബോയൻസി ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ഡിസ്പ്ലേസ് ആയ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ അതുപോലെ തന്നെ വോള്യം ഓഫ് ദ ലിക്വിഡ്, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ വോള്യം ഇൻറ്റു ജി ചെയ്താലാണ് നമുക്ക് ബോയൻസി ഫോഴ്സ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ മൾട്ടിപ്ലൈഡ് ബൈ എത്രത്തോളം വാട്ടർ ആയിരിക്കും ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുക അല്ലേ? ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹാഫ് ദ വോള്യം ഇമ്മേഴ്സ് ആയാൽ സെയിം വോള്യം തന്നെയാണ് ഡിസ്പ്ലേസ്ഡ് ആവുക. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഓർക്കുന്നുണ്ടാകും. നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പോർഷൻ ആണോ ഇമ്മേഴ്സ് ആയത് സെയിം വോള്യം ഓഫ് വാട്ടർ ആണ് ഡിസ്പ്ലേസ്ഡ് ആവുക. സോ v/2 ആണ് ഇവിടുത്തെ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള വോള്യം, വിച്ച് മീൻസ് v/2 എന്ന് പറയുന്ന വോള്യം തന്നെ ആയിരിക്കും വെള്ളം ഡിസ്പ്ലേസ് ആയിട്ടുണ്ടാവുക. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ബോയൻസി ഫോഴ്സിൻ്റെ വാല്യൂ. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടുത്തെ ബോയൻസി ഫോഴ്സിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ബി ഇസ് ഈക്വൽ ടു എം ജി ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എഫ് ബി ഇപ്പോൾ നമ്മൾ കണ്ടു, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു v/2 മൾട്ടിപ്ലൈഡ് ബൈ ജി, ദിസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. ഇവിടെ എം ജി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മാസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡെൻസിറ്റി ഇൻറ്റു വോള്യം എന്ന് മാറ്റി എഴുതാൻ പോവാണ്. ഓക്കെ, അവിടുത്തെ മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോള്യം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പം ഇത് ഏതിൻ്റെ എം ജി ആണ്? നമ്മുടെ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൻ്റെ മാസാണത്. സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൻ്റെ മാസിനെ മാറ്റി എഴുതുമ്പം ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ ആ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൻ്റെ മുഴുവൻ വോള്യം, അതിൻ്റെ മുഴുവൻ മാസ് കിട്ടണമെങ്കിൽ അതിൻ്റെ മുഴുവൻ വോള്യം വേണം. അത് നമ്മൾ ഓൾറെഡി വി ആണെന്ന് എടുത്തു, ഇൻറ്റു ജി എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോക്കുക, സെയിം ആയിട്ടുള്ള ടേംസ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ജി രണ്ട് സൈഡിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അഗെയിൻ രണ്ട് സൈഡിൽ ഞാൻ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് വിയും ക്യാൻസൽ ആയി പോയി. നമുക്ക് ഫൈനലി എന്താണ് കിട്ടാൻ പോകുന്നത്? എന്താ കിട്ടുന്നത് ഇവിടെ? ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ ഒരു ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഉണ്ട്, ഒരു ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് കിട്ടും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുടെ ഹാഫ് ആണ്. മനസ്സിലായോ? സോ ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എത്തുന്നു. സോ ആൻസർ അപ്പം ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് ആൻസർ വേണ്ടത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു 1 ആണ്, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ 0.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്ന ആളുകൾക്ക് മേ ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടാകും, പക്ഷേ വളരെ സിമ്പിളാണ് ചോദ്യം. ഇനി നമുക്കിത് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഒരു വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് വോള്യം വെള്ളത്തിൽ ഇമ്മേഴ്സായി, ഒരു ഹാഫ് മുകളിലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുടെ ഹാഫ് ആണ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, വെള്ളത്തിൻ്റെ സെയിം ഡെൻസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക? അത് മുഴുവൻ ഇമ്മേഴ്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക അല്ലേ? അത് മുഴുവൻ ഇമ്മേഴ്സ്ഡ് ആയി നിൽക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാഫ് ദ വോള്യം ഇമ്മേഴ്സ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഹാഫ് ഓഫ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നുള്ളൊരു ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ ഇനിയിപ്പോൾ 3/4 ഓഫ് ദ വോള്യം ഇമ്മേഴ്സ്ഡ് ആവുകയാണെങ്കിൽ, 3/4 3/4 ഓഫ് ദ വോള്യം ഇമ്മേഴ്സ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? 3/4 ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആയിരിക്കും. ഇപ്പം വാട്ടർ മാറി ഓയിൽ വരാം, വേറെ കെറോസിൻ വരാം, എന്തും വരാം. അപ്പോൾ നിങ്ങൾ അതിലൊരു ഒബ്ജക്റ്റ്, ലെറ്റ്സ് സേ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്യുന്നു, അത് 1/4 ഓഫ് ഇറ്റ്സ് വോള്യം ഇമ്മേഴ്സ് ചെയ്തുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയുടെ 1/4 മാത്രമാണ് ആ ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ?
ആൻഡ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലിക്വിഡിനേക്കാൾ ഡെൻസിറ്റിയാണ് ഒബ്ജക്റ്റിൽ നിന്നുണ്ടെങ്കിൽ അത് സിങ്ക് ചെയ്യും, ലിക്വിഡിനേക്കാൾ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ 10th വരുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുഴുവൻ കണ്ടിട്ട് അതിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് XandY ലേണിംഗിൻ്റെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കൂളിൻ്റെ കൂടെ തന്നെ പഠിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ ലിങ്കിലോ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക്